മണിപ്പൂർ മറക്കുമോ എന്ന ചോദ്യത്തിന് മണിപ്പൂർ മറക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മണിപ്പൂർ മാത്രമല്ല, നമ്മൾ ആരും മറക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം പ്രധാനമന്ത്രി തൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തം പൂർണ്ണമായും മറന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മണിപ്പൂർ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നിപ്പോൾ അദ്ദേഹം അവിടെ എത്തി വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അവിടുത്തെ കുക്കീസോ ഗ്രൂപ്പുകൾ പറയുന്നത് കണ്ണീരോടെ ഞങ്ങൾക്ക് നൃത്തം ചെയ്യാനാവില്ല എന്നാണ്. കണ്ണീരോടെ അവർ നൃത്തം ചെയ്യാൻ അവരുടെ പരമ്പരാഗത രീതിയാണല്ലോ നൃത്തം ചെയ്ത് സ്വാഗതം ചെയ്യുക. കണ്ണീരോടെ ഞങ്ങൾക്ക് നൃത്തം ചെയ്യാനാവില്ല എന്നാണ് കുക്കി വിഭാഗം പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രി വന്ന് ഇന്ന് പ്രസംഗിക്കുന്നു. 7300 കോടിയുടെ വികസന പദ്ധതി ഒരിടത്ത്, ഇംഫാലിൽ 1200 കോടിയുടെ മറ്റൊരു വികസന പദ്ധതി, അങ്ങനെ വലിയ കോടികളുടെ പദ്ധതി പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നടത്തുന്നത്. പരസ്പരം സമാധാനത്തിൽ കഴിയണമെന്ന് മോദി പറയുകയാണ്. ആക്രമണങ്ങളൊക്കെ അപലപിക്കുകയാണ്. എപ്പോഴാണ് 2 വർഷം കഴിഞ്ഞ് 4 മാസവും കഴിഞ്ഞ് വികസന പദ്ധതി പ്രഖ്യാപിക്കാനായി അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനം എന്ന നിലയിലേക്ക് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ആക്രമണങ്ങൾ നടത്തരുത്, പരസ്പരം സമാധാനത്തിൽ കഴിയണം, അല്ലെങ്കിൽ അത് പൂർവികരോടുള്ള നന്ദികേടാവുമെന്ന് അദ്ദേഹം പറയുന്നു. സമാധാനത്തിൻ്റെയും വികസനത്തിലെയും പാതയിലേക്ക് വരണമെന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം കലാപബാധിതരായി കുറച്ചുപേരെ കാണുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ വാചകമാണ്, മണിപ്പൂർ ധീരന്മാരുടെ നാടാണ്, ജനങ്ങൾക്ക് മുന്നിൽ ഞാൻ തലകുനിക്കുന്നു. അദ്ദേഹം തലകുനിക്കേണ്ട സമയം കടന്നുപോയി. കാരണം അന്ന് ആ കലുഷിതമായ ആ സമയങ്ങളിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അവിടെ പോയിരുന്നു, അവിടെയുള്ള ആളുകളെ കണ്ടിരുന്നു. സ്ത്രീകൾ കണ്ണീരോടെ അദ്ദേഹത്തിനോട് അനുഭവങ്ങൾ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അന്നു മുതൽ പ്രതിപക്ഷം പറയുന്നു, മണിപ്പൂരിലെ ജനത പറയുന്നു, പ്രധാനമന്ത്രി ഇങ്ങോട്ട് വരണം, കാണണം എന്ന് പറയുന്നു. അത് കണ്ടില്ല. നമ്മുടെ റിപ്പോർട്ടർമാർ തന്നെ അവിടെ പോയിരുന്നു. അവിടെ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ ജീവിതാവസ്ഥ നമ്മൾ കണ്ടതാണ്. അവനവൻ്റെ വീട്ടിലേക്ക് പോകാൻ കഴിയാതെ ഇരുവിഭാഗവും ഏത് രൂപത്തിൽ സംഘർഷത്തിലേക്ക് പോയി. സുജയ് പറയുന്ന ഒരു കാര്യം ശരിയാണ്. കാലങ്ങളായിട്ടുള്ള ഒരു സംഘർഷം നടക്കുന്ന ഒരു മേഖലയാണ് മേത്തേ കുക്കി വിഭാഗങ്ങൾ തമ്മിൽ. പക്ഷേ ആ മേഖലയിലെ ആ സംഘർഷങ്ങൾക്ക് ഒരു ഇടവേളയുണ്ടായിരുന്നു. 2008 ഒരു സമാധാന കരാർ ഉണ്ടായിരുന്നു. ആ സമാധാന കരാർ പ്രകാരം കുറച്ചു കാലമെങ്കിലും സമാധാനത്തോട് കഴിയുകയായിരുന്നു. ഒരു വലിയ കലാപം ഒരു സംസ്ഥാനത്തുണ്ടാകുമ്പോൾ അത് നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം ആ സംസ്ഥാന സർക്കാരിനുണ്ട്. ആ സംസ്ഥാന സർക്കാർ അത് നിറവേറ്റിയിട്ടില്ല എന്ന് സുപ്രീം കോടതി അതിശക്തമായ ഭാഷയിൽ വിമർശിച്ചതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്വവും കേന്ദ്ര സർക്കാർ നിറവേറ്റിയില്ല. അവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവിടേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ആഭ്യന്തരമന്ത്രി അപ്പോഴും മുഖ്യമന്ത്രിയെ മാറ്റാൻ തയ്യാറായിരുന്നില്ല. അത്രത്തോളം ബൈരന് അവിടെ ഒരു സ്വാധീനം അല്ലെങ്കിൽ അവിടെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ എത്രത്തോളം എതിർപ്പുണ്ടായിട്ടും അവിടെ തന്നെ നിലനിർത്തുകയായിരുന്നു. പിന്നീട് പാർട്ടിക്കകത്തു നിന്ന് തന്നെ വന്നിരുന്ന ഭിന്നിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജിവെച്ച് ഒഴിയേണ്ടി വന്നത്. അങ്ങനെ ആ സംഘർഷത്തിൽ ഒരു തരത്തിലും ഇടപെടാൻ തയ്യാറായിരുന്നില്ല ഈ സർക്കാർ എന്നുള്ളതാണ്. 2 യുവതികൾ എങ്ങനെയാണ് റേപ്പ് ചെയ്യപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. അവനവൻ്റെ വീട്ടിൽ നിന്നും ഓടിപ്പോകേണ്ടി വന്ന 2 സ്ത്രീകൾ, ഒന്ന് ഒരു ചെറുപ്പക്കാരി, മറ്റൊന്നൊരു 45കാരി, 2 പേരും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ അവിടെ നിന്നും മേത്തേ വിഭാഗത്തിൽ ഒരു വിഭാഗം ആയുധങ്ങളുമായി അവരെ തടഞ്ഞു വെക്കുന്നു. സഹോദരൻ്റെ മുന്നിൽ വെച്ച സഹോദരനെ കൊല്ലുന്നു. അന്ന് അവിടെ വെച്ച് റേപ്പ് ചെയ്യുന്നു. അതിനുശേഷം അവർ വസ്ത്രങ്ങളൊന്നുമില്ലാതെ അവർ ഓടി രക്ഷപ്പെട്ട ഒരു കാട്ടിലേക്ക് പോകുന്നു. പിറ്റേന്ന് അവിടെ നിന്നും പോലീസിൻ്റെ വാഹനം കാണുമ്പോൾ പോലീസിൻ്റെ വാഹനത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. പോലീസ് രക്ഷിക്കുമെന്ന് കരുതി. പക്ഷേ അതും സംഭവിക്കുന്നില്ല. പോലീസ് അവരെ ഇട്ടിട്ട് പോവുകയാണ്. ആ തരത്തിൽ നിസ്സഹായമായ സ്ത്രീകളുടെ അവസ്ഥ, കരയുന്ന സ്ത്രീകളുടെ അവസ്ഥ, 6000 പേർ പലായനം ചെയ്ത അവസ്ഥ, വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ 60,000 പേർ പലായനം ചെയ്ത അവസ്ഥ, വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയാത്ത അവസ്ഥ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ മേത്തേ വിഭാഗം എന്തായുധങ്ങളാണ് ഉപയോഗിച്ചത്? പോലീസിന്റെ സംവിധാനങ്ങൾ, സൈന്യത്തിൽ നിന്നുള്ള പിടിച്ചെടുത്ത് സൈന്യത്തിൽ നിന്ന് കിട്ടുന്നു. അതായത് മേത്തേ വിഭാഗത്തിനാണ് അവിടെ ഏറ്റവും കൂടുതൽ മേത്തേ വിഭാഗമാണുള്ളത്. ഈ മുഖ്യമന്ത്രി മേത്തേ വിഭാഗമാണ്. 60 MLA-മാരിൽ 40 പേരും മേത്തേ വിഭാഗമാണ്. അവർക്കാണ് സ്വാധീനം. 2 വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പറയുന്ന കുക്കികൾക്ക് സ്വന്തം രാജ്യം വേണമെന്ന ആവശ്യം അവർ പറയുന്നത്, അവർ അവിടെ അസ്വസ്ഥരാണ്, അവർ അവിടെ പിന്നാക്കം, അവരെ അവഗണിക്കുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട്. വലിയ വിഭാഗം ഗ്രേറ്റർ നാഗാലാൻഡുമായി ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവർ നാഗകളുമായിട്ട് ഏറ്റുമുട്ടൽ അവർക്കുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ മേത്തേ വിഭാഗമായി ഏറ്റുമുട്ടൽ. അവരെ സംബന്ധിച്ച് അവരെ അംഗീകരിക്കുന്നില്ല എന്നൊരു ആശങ്ക അവിടെ നിൽക്കുന്നു. അപ്പോഴാണ് അവിടെ ഈ പറഞ്ഞ മാതിരി വംശീയ ഈ ട്രൈബായി ഞങ്ങളെയും പരിഗണിക്കണമെന്ന ആവശ്യം മേത്തേ വിഭാഗം വയ്ക്കുന്നത്. അത് ഹൈക്കോടതി അനുവദിക്കുന്നു. അതിൻ്റെ ഭാഗമായത് നടപ്പാക്കാനായി പ്രക്ഷോഭം തുടങ്ങും. അതാണ് ഈ സംഘർഷത്തിലേക്ക് നീങ്ങിയത്. അതൊരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമായി തന്നെ വരികയാണ്. BJP അധികാരത്തിൽ വന്ന ശേഷം എന്ത് ചെയ്തു? ഈ അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നു എന്നൊരു തീരുമാനം വരുന്നു. ആ അനധികൃത കുടിയേറ്റക്കാരിൽ ഞങ്ങളുണ്ടോ എന്ന് കുക്കി വിഭാഗം ആശങ്കപ്പെടുകയാണ്. അങ്ങനെയാണ് ആ സംഘർഷം ഉണ്ടാകുന്നത്. ഹിന്ദു വിശ്വാസികളാണ് മേത്തേ വിഭാഗം, അവരാണ് അവിടെ ഭൂരിപക്ഷം. അപ്പുറത്ത് വരുന്ന കുക്കി വിഭാഗം, അവർ ഈ പറയുന്ന മലയോര മേഖലയിൽ കഴിയുന്നവരാണ്. അവർ ക്രിസ്ത്യൻ വിഭാഗക്കാരാണ്. അവരുടെ പള്ളികൾ അടക്കം തകർത്തത്, പള്ളികൾ കത്തിച്ചത്, ഇതൊക്കെ നമ്മൾ കേരളത്തിലും എത്ര ദിവസം ചർച്ച ചെയ്താണ്. ബിരൻ സിംഗിന്റെ ഓൺ റെക്കോർഡ് മെയ്ത്തികളെ കുറിച്ച് പറയുന്നത്, ഡ്രഗ് പെഡ്ലേഴ്സ്, പോപ്പി അഗ്രികൾച്ചറേഴ്സ്, വനഭൂമി കയ്യേറുന്നവർ എന്നതടക്കമുള്ള
മെയ്ത്തി വിഭാഗത്തെയൊക്കെ പറയാനുള്ളത് മുഴുവൻ പരസ്യമായി പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് അവിടെ ഭരിച്ചത്. കലാപം ഉണ്ടായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അതെ, കലാപം അതിനെ അംഗീകരിക്കുന്ന മട്ടിലായിരുന്നു. അവർക്ക് അവിടെ തുറന്ന് എല്ലാവരും ആക്രമിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ക്യാമ്പുകളിൽ എങ്ങനെ കഴിയുന്നു എന്നുള്ളത് നമ്മുടെ റിപ്പോർട്ടർ തന്നെ അവിടെ പോയിട്ടുള്ളതാണ്. അവിടുത്തെ സാഹചര്യം കണ്ടിട്ടുള്ള ആൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അവരെയൊക്കെ പോയി കാണാൻ പ്രതിപക്ഷ നേതാവിന് സാധിക്കുന്നു, പ്രധാനമന്ത്രിക്ക് സാധിക്കുന്നില്ല. പ്രധാനമന്ത്രി അത്രത്തോളം പ്രതിഷേധം ഉയർന്ന ശേഷം എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് പാർലമെന്റിൽ ഒരു പ്രതികരണം നടത്തുന്നത്. അതും വലിയ വിമർശനങ്ങൾ വന്ന ശേഷമാണ് ആ പ്രതികരണം നടത്താൻ തയ്യാറായത്. അതും ഈ പറയുന്ന റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീകളുടെ വിഷയമടക്കം വലിയ ചർച്ചയായി വന്ന ഘട്ടത്തിൽ മാത്രമാണ് പ്രതികരിക്കാൻ തയ്യാറായിട്ടുള്ളത്. അങ്ങനെ ഒരു ഇടത്തേക്ക് 2 വർഷവും 4 മാസത്തിനും ശേഷം ഞാനിതാ വികസനം കൊണ്ടുവരുന്നു, വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിന് വേണ്ട വിധത്തിൽ ഒരു പ്രചാരണം ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി തന്നെ അടിസ്ഥാനരഹിതമാണ്. കാരണം ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഗോദി മീഡിയ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം മാധ്യമങ്ങൾ തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവും പ്രധാനമന്ത്രിയുടെ വലിയ വികസന പ്രഖ്യാപനങ്ങളും തന്നെയാണ് വാർത്തയാക്കിയിട്ടുള്ളത്. നമ്മളെപ്പോലെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് കുറേ പേരെങ്കിലും ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഈ മണിപ്പൂർ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് മുഴുവൻ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്നത് BJP പ്രതിനിധികൾ പറഞ്ഞുകൊണ്ടിരുന്നത് അവർ തമ്മിൽ നേരത്തെയുള്ള സംഘർഷമാണ്, ആ സംഘർഷം അതിൻ്റെ തുടർച്ചയാണെന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല, ഒരു സംഘർഷം അതിലുമപ്പുറം കയ്യിൽ നിൽക്കാത്തൊരു സാഹചര്യം വരുമ്പോൾ അത് നിയന്ത്രിക്കേണ്ടവർ അത് നിയന്ത്രിച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. നിയന്ത്രിച്ചില്ലെങ്കിൽ ഒരു തുടർച്ചയുണ്ടാകില്ലേ മാഡം? 2023 മെയ്ക്ക് ശേഷം 60,000 പേർ പലായനം പാർലമെന്റിൽ അമിത്ഷാ കൊടുത്ത മറുപടി ഉണ്ടല്ലോ, അത് മറച്ചു വെക്കരുത്. നോക്കൂ, അമിത്ഷാ കൊടുത്ത മറുപടി ഒന്നും കാര്യമില്ല. കാരണം അവിടെ മുഖ്യമന്ത്രിയെ മാറ്റിയില്ല. അതിനുശേഷം സംഘർഷങ്ങൾ അവിടെ തുടർന്നു. മുഖ്യമന്ത്രിയായ അദ്ദേഹം അവിടെ തുടരുകയും ചെയ്തു. പിന്നീട് എങ്ങനെയാണ് അതിനകത്ത് തന്നെ രാഹുൽ ഗാന്ധി ഉള്ളി നറേറ്റീവ് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, അതിനകത്ത് നിന്ന് തന്നെ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ആവശ്യപ്രകാരമാണ് ബീരൻ സിംഗിന് രാജിവെക്കേണ്ടി വന്നത്. അങ്ങനെയാണ് പുറത്തു പോകുന്നത്. അല്ലാതെ വേറെ ഒരു നടപടിയും എടുത്തിട്ടില്ലായിരുന്നു. ഇത്രയും ശക്തമായ ആരോപണങ്ങൾ ഉയരുമ്പോഴും സുപ്രീം കോടതിയിൽ വിമർശനം ഉയർന്നിട്ട് പോലും ബീരൻ സിംഗ് അവിടെ തുടരുകയായിരുന്നു. പിന്നീട് എങ്ങനെയാണ് പാർട്ടിക്കകത്ത് നിന്ന് പ്രശ്നമുണ്ടായ സമയത്ത് മാത്രമാണ് അദ്ദേഹത്തെ മാറ്റാൻ തയ്യാറായത്. മനസ്സോടെയാണ് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രപതി ഭരണം, ഇനി അവിടെ ഒരു സർക്കാർ ഉണ്ടാക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് അടുത്ത വർഷം ഇലക്ഷനിലേക്ക് പോവുകയാണ്. അതിനു മുൻപേ നമ്പറാണ് എന്ന് മാത്രമല്ല, സുപ്രീം കോടതി അടക്കമുള്ള വിമർശനങ്ങൾ വരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി വെച്ച ഒരു പ്രധാനപ്പെട്ട പുനരധിവാസ പദ്ധതി വീട് നഷ്ടപ്പെട്ടവർക്ക് വീടാണ്. 2023 മെയ് 9 തുടങ്ങിയ കലാപമാണ് പ്രധാനമന്ത്രി ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നത്, രാജ്യം ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നത് 2 വർഷവും 4 മാസത്തിനും ശേഷം. എവിടെയാണ് കഴിയുന്നതെന്ന് അറിയാമോ? ക്യാമ്പുകളിലാണ്. ക്യാമ്പുകളിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നത് ആരാണ്? പ്രതിപക്ഷമാണോ? ക്യാമ്പുകളിൽ ഒരു മിനിറ്റ്, ഉത്തരവാദിത്വം സർക്കാരിനുണ്ടോ? കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്താണ്? ക്യാമ്പിൽ കഴിയുന്നവർക്ക് സൗകര്യം വലിയ കാര്യമായിട്ട് പറയരുത്. ഇതിനിടയ്ക്ക് പ്രധാനമന്ത്രി 46 വിദേശയാത്രകൾ നടത്തുന്നുണ്ട്. പല രാജ്യങ്ങളിലെയും അന്തർസംഘർഷങ്ങളിൽ അഭിപ്രായം പറയുന്നുണ്ട്. മാധ്യസ്ഥത വഹിക്കുന്നതായിട്ട് പോലും ചില കാര്യങ്ങളിൽ യുക്രൈൻ റഷ്യ യുദ്ധത്തിലൊക്കെ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ പ്രശ്നം ഉടനെ ഇപ്പൊ പരിഹരിക്കും എന്നടക്കമുള്ള പ്രഖ്യാപനങ്ങളും പ്രതികരണങ്ങളും അടക്കം നമ്മൾ കണ്ടതാണ്. സ്വന്തം രാജ്യത്തെ ഒരു സംസ്ഥാനം കത്തിയെരിയുമ്പോൾ അവിടേക്ക് തിരിഞ്ഞു നോക്കാതെ ഇപ്പോൾ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ്. ആ തന്ത്രം വിലപ്പോവില്ല എന്നുള്ളത് കുക്കി വിഭാഗത്തിലെ ജനങ്ങൾ തന്നെ പറയുകയാണ്. ഞങ്ങൾക്ക് നൃത്തം ചെയ്യാനാകില്ല, ഞങ്ങൾക്ക് നൃത്തം ചെയ്ത് നിങ്ങൾ കണ്ണീരോടെ നൃത്തം ചെയ്ത് നിങ്ങളെ സ്വാഗതം ചെയ്യാനാവില്ല എന്ന് പറയുന്ന വാചകത്തിലുണ്ട് എല്ലാം. അതാണ് അതിൻ്റെ അർത്ഥം. ജനം അത് ഏത് രീതിയിൽ എടുക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം. Meet the editors.